സുനിൽ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ, പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എറണാകുളം കലൂർ മെട്രോ റെയിൽ സ്റ്റേഷൻ്റെയും അനുബന്ധ പ്രദേശങ്ങളുടെയും ദൃശ്യങ്ങളാണ്. മെട്രോ റെയിൽ പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കറിയാം, എറണാകുളം നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കലൂർ. അതൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. എറണാകുളം നോർത്തിൽ നിന്ന് ആലുവ ഭാഗത്തേക്ക് വരുമ്പോൾ എറണാകുളം നോർത്ത് മേൽപ്പാലം കഴിഞ്ഞ് ലിസി ജംഗ്ഷൻ കഴിഞ്ഞാൽ കലൂർ ജംഗ്ഷൻ നമുക്ക് കിട്ടും. കലൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ആലുവയിലേക്കുള്ള വഴിയാണ്. ആലുവ റൂട്ടാണ്. മാമംഗലം, എടപ്പള്ളി, കളമശ്ശേരി, പത്തടിപ്പാലം അങ്ങനെ പോകുന്നു. കലൂർ ജംഗ്ഷനിൽ നിന്ന് എറണാകുളം ഭാഗത്ത് നിന്ന് വരുമ്പോൾ കലൂർ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോയാൽ നമുക്ക് കത്രിക്കടവ്, അങ്ങനെ നമുക്ക് കടവന്ത്രയിലോട്ട് ചെല്ലാം, സഹോദരൻ അയ്യപ്പൻ റോഡ്. അതുപോലെ കലൂർ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എളമക്കര ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്, പൊറ്റക്കുഴി, എളമക്കഴം. അതുപോലെ കലൂർ ജംഗ്ഷനിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വരുമ്പോൾ ഇടത്ത് സൈഡിലായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിലും എത്തിച്ചേരാൻ സാധിക്കും. വളരെ തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് കലൂർ ജംഗ്ഷൻ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറയിലേക്ക് പോകുന്ന മെട്രോ റെയിൽ ഇവിടെ കൂടിയാണ് കടന്നു പോകുന്നത്. നമ്മൾ മെട്രോ റെയിൽ പാലം നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴും വളരെ തിരക്കേറിയ ജംഗ്ഷനാണ് കലൂർ ജംഗ്ഷൻ. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കലൂരിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ കയറുന്ന ദൃശ്യങ്ങളാണ്. കല്ലൂരിൻ്റെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ കാണുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ വലിയ ഒരു തിരക്കേറിയ ജംഗ്ഷനാണ്. കത്രിക്കടവിൽ നിന്നും വരുന്ന വാഹനങ്ങൾ, KSRTC വാഹനങ്ങൾ, കടവന്ത്രയിൽ നിന്ന് വാഹനങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുകയാണ്. എറണാകുളത്തെ വളരെ തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് കലൂർ ജംഗ്ഷൻ. നമ്മളിപ്പോൾ കാണുന്നത് കലൂരിലെ മെട്രോ റെയിൽ സ്റ്റേഷൻ, മെട്രോ റെയിലിൻ്റെ ഗേറ്റ്, കലൂരിലെ മെട്രോ റെയിൽ സ്റ്റേഷൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മെട്രോ റെയിൽ സ്റ്റേഷൻ കലൂർ. ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറ വരെയാണ് മെട്രോ, എറണാകുളം മെട്രോ, അതായത് കൊച്ചി മെട്രോ. വളരെ തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് കലൂർ ജംഗ്ഷൻ. ഇപ്പോൾ മെട്രോ ഇവിടെ വന്നതോടുകൂടി വളരെയധികം തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. വളരെ തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് കലൂർ ജംഗ്ഷൻ. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കൊച്ചി മെട്രോ റെയിൽ പാലത്തിലെ ദൃശ്യങ്ങളാണ്. ഇവിടെ നിന്ന് നേരെ ഇപ്പോൾ കാണുന്നത് ഇടത്തോട്ട് പോകുമ്പോൾ എറണാകുളം ഭാഗത്തേക്കും വലത്തോട്ട് പോകുമ്പോൾ ആലുവ ഭാഗത്തേക്കുമാണ്. എറണാകുളം നഗരത്തിൽ വന്ന ജനങ്ങൾക്ക് മനസ്സിലാവും കലൂർ ജംഗ്ഷൻ്റെ എത്രയും വലിയ പ്രാധാന്യം എറണാകുളത്തിനുണ്ട് എന്നുള്ളത്. കൊച്ചി മെട്രോയുടെ വന്നതിന് ശേഷം തിരക്കുകൾ വളരെ വർദ്ധിച്ചിരിക്കുകയാണ് കലൂര്. യഥാർത്ഥത്തിൽ ഇവിടെ വളരെ സ്ഥലപരിമിതി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കലൂർ ജംഗ്ഷന് യഥാർത്ഥത്തിൽ സ്ഥലപരിമിതിയുണ്ട്. എറണാകുളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ, തിരക്കേറിയ ജംഗ്ഷനാണ് കലൂർ ജംഗ്ഷൻ.
ഇപ്പോൾ നമ്മൾ കാണുന്നത് മേൽപ്പാലം. നമ്മളിപ്പോൾ കാണുന്നത് കൊച്ചി മെട്രോയുടെ പാലമാണ്. കൊച്ചി മെട്രോ കല്ലൂർ സ്റ്റേഷൻ്റെ ദൃശ്യങ്ങളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ വളരെ വലിയ വാഹന സഞ്ചയമാണ്. അതുകൊണ്ട് തന്നെ തിരക്കേറിയ സമയങ്ങളിൽ വളരെ വലിയ തിരക്കാണ് ഇവിടെ കാണുന്നത്, അനുഭവപ്പെടുന്നത്. എറണാകുളം നഗരത്തെ സംബന്ധിച്ചിടത്തോളം കല്ലൂർ ജംഗ്ഷൻ എത്ര വലിയ ഒരു പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരക്കേറിയ ഒരു ജംഗ്ഷൻ തന്നെയാണ് കല്ലൂർ ജംഗ്ഷൻ. ആലുവ ഭാഗത്തേക്ക് പോകുമ്പോൾ കല്ലൂർ കഴിഞ്ഞാൽ ദേശാഭിമാനി ജംഗ്ഷൻ വരുന്നുണ്ട്, ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം. അത് കഴിഞ്ഞ് പാലാരിവട്ടം കഴിഞ്ഞാണ് മാമംഗലം വരുന്നത്. മാമംഗലം കഴിഞ്ഞ് എടപ്പള്ളിയിലാണ് ലുലു, വളരെ പ്രസിദ്ധമായ ലുലു. അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് കളമശ്ശേരി, HMT, അങ്ങനെ ആലുവയിലോട്ട് പോകുന്ന NH. നമ്മളിപ്പോൾ കല്ലൂർ മെട്രോ സ്റ്റേഷൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.